അല്ല, 1 മണിക്കൂറിലധികം മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചു. അതിലേതെങ്കിലും 1 മിനിറ്റ് നേരം ഈ PR ഏജൻസിയെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? അത് തള്ളിപ്പറയണ്ടേ? ഈ നിമിഷം വരെ ഇവരാരും തന്നെ തള്ളി പറയുന്നില്ല. ഈ PR ഏജൻസിയെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? ഈ കൈസൻ എന്ന ഈ PR ഏജൻസിയുടെ പ്രസിഡന്റ് നിഖിൽ പവിത്രൻ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? CMO ഓഫീസ് അറിയാതെ ഞങ്ങളത് ചെയ്യില്ല. CMO ഓഫീസിൻ്റെ അനുവാദമില്ലാതെ ഞങ്ങളത് ചെയ്യില്ല. അവിടെയാണ് പ്രശ്നം. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. കൂടുതൽ അവ്യക്തതയാണ്, കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ്. അപ്പം തീർച്ചയായും നാളെയും ഇത് വലിയൊരു രൂപത്തിലേക്ക് വരും. സത്യത്തിൽ ഇവിടെ കഷ്ടപ്പെടുന്നത് CPM-ന്റെ ഡിബേറ്റർമാരാണ്. എങ്ങനെ ഇന്നിപ്പോൾ ചർച്ചക്കാരും കാണുന്നില്ല? എങ്ങനെ അവരെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മുഖത്തോക്കി സംസാരിക്കും? ഇന്നലെ പറഞ്ഞ അവിടെ കിടക്കല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അടുത്ത ചർച്ച ചോദിക്കണം, എന്തുകൊണ്ട് ഈ PR ഏജൻസി തള്ളി പറയുന്നില്ല? ഈ PR ഏജൻസിക്ക് സർക്കാർ കൊടുക്കുന്ന പ്രതിമാസം എത്രയാണ്? ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്ന് നമ്മുടെ അവകാശം വാങ്ങാൻ വേണ്ടി ഒരാളെ നിയമിച്ചിട്ടുണ്ട്, ഒരു RP പണ്ടാരം. ഇങ്ങനെ പോയി അദ്ദേഹം? ഇങ്ങനെ ഒരു ഏജൻസിയെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഈ PR ഏജൻസി ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി. ചർച്ച അങ്ങനെയാണ് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണം. ഹിന്ദു നോക്കാം നമുക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.